പിന്നമ്മേ ഞാൻ വരുന്നവരെ മേലെ കയറില്ലേ, ഞാൻ 2-3 ദിവസത്തിലെത്തും. പുതപ്പൊക്കെ ഞാൻ വന്നിട്ട് അലക്ക. അച്ഛാ, അമ്മ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണ്ടെന്ന് നോക്കണേ. ഇനിയിപ്പോ 2-3 ദിവസം വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവും. അമ്മമാരായ കാലുവേദന മുട്ടുവേദന എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നീ അവിടുത്തെ എല്ലാ പണിയും ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട. അവസാനം നീ ഒടുങ്ങിയായി പോകും അവിടെ. ഇപ്പൊ എന്തിനാ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞേ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ, അവിടുത്തെ പണി മുഴുവൻ ചെയ്യാനല്ലേ. ഹലോ സച്ചോ, നിങ്ങൾക്ക് എന്ത് പറ്റി? നല്ലായിരുന്നല്ലോ. എന്താ മോനെ, നീ അവളെ കൂട്ടാൻ പോയതല്ലേ, പിന്നെ തിരിച്ചു വരുന്ന എന്തെങ്കിലും എടുക്കാൻ മറന്നോ? അല്ലമ്മേ, അവള് ഒരാഴ്ചയും കൂടി അവിടെ ഇരുന്നിട്ട് വരാന്നാ പറഞ്ഞത്. ആണോ? അല്ലെങ്കിലും 3 ദിവസം ഇരുന്നും കണ്ട് ഓടി വരികയല്ലേ. എനിക്ക് കാലിന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വരികയാണ്, പാവം. അവളോട് ഒരാഴ്ച ഇരുന്നോട്ടെ, അവളുടെ അച്ഛൻ്റെ അമ്മന്റെ അടുത്തല്ലേ. അച്ഛൻ മതിയല്ലേ? എന്റെ മോനെ, തിരുവങ്കൂർ ചെമ്മീനില്ല എന്നിട്ട് അച്ഛൻ കോരപ്പുഴയിൽ വാങ്ങിക്കാൻ പോയതാ. ഇനിയിപ്പോ വേണ്ടാലോ, നീ അച്ഛനും ചെമ്മീൻ കഴിക്കില്ലല്ലോ. ഞാൻ വേണ്ടെന്ന് വിളിച്ചു പറയട്ടെ. എടാ സച്ചു, നിനക്ക് എന്താടാ പറ്റിയത്? നീ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ നല്ലായിരുന്നല്ലോ. നിനക്ക് എന്താ പ്രശ്നം? നീ എന്നോട് തുറന്ന് പറ. എന്ത് പ്രശ്നം ഏട്ടൻ നീ പറയുന്നേ? എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ കുറച്ചു ദിവസം ഇരിക്കാൻ പറ്റില്ലേ? അതിനാണ് ഇത്രയും വലിയ സീൻ ഉണ്ടാക്കുന്നത്? എടാ, നിന്റെ വീട്ടിൽ നീ എത്ര ദിവസം വേണമിരുന്നോ, അതൊന്നൊരു പ്രശ്നമല്ല. നീ ഇപ്പൊ വന്നിട്ട് 10 ദിവസമായില്ലേ. ഒരു പ്രാവശ്യം നീ വീട്ടിലേക്ക് വിളിച്ചോ? അല്ലെങ്കിൽ 3 ദിവസം പോകുമ്പോഴേക്കും എത്ര പ്രാവശ്യം നീ അമ്മയും അച്ഛനെ വിളിക്കുക? അതെന്റെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. ഫോണില്? എന്റെ സച്ചു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അല്ല, ഞാൻ അന്ന് ഫോൺ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? എന്തിനാ എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ മുഴുവൻ പണിയെടുപ്പിക്കാനാണെന്നോ? ആ പറഞ്ഞതിൽ എന്താ തെറ്റ്? വീട്ടിലെ പണി മുഴുവൻ എടുക്കണം ഞാൻ തന്നെയല്ലേ. എടി, അമ്മ ഓരോ പണി ചെയ്യുമ്പോ നീയല്ലേ വന്ന് പറയാറ് അമ്മയ്ക്ക് കാല് വരെ മാറിയിരിക്കുന്നത്. എന്നിട്ടും അമ്മ നീ കാണണ്ട് പണി ചെയ്യില്ലേ? ഞാൻ സഹായിച്ചു തരാറില്ലേ? അച്ഛൻ സഹായിച്ചു തരാറില്ലേ? എന്നിട്ട് എന്താണ് നിനക്ക് പറ്റിയത്? ഇത്രയും കാലം ഞാൻ ഒരു മണ്ടി ആയതുകൊണ്ട് എല്ലാം ചെയ്തു. ഇനി അത് പറ്റില്ല. എനിക്കാവുന്നേ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ ആരും ഒരു പണിയും ചെയ്യിപ്പിക്കാറില്ല. നിനക്കാകുന്നത് ചെയ്താൽ മതി. എന്തായാലും വന്നിട്ട് 11 ദിവസമായല്ലേ, നിനക്ക് വരാൻ പറ്റിയ പോയി ഡ്രസ്സ് മാറ്റുക. എനിക്ക് നിന്നെ കൊണ്ടാക്കിയിട്ട് വേറെ പരിപാടി ഉണ്ട്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണല്ലോ മോളെ പറഞ്ഞത്. എന്താ ഇത്ര വൈകിയത്? ഞാൻ എത്ര സമയം കാത്തു നിൽക്കുന്ന? അതമ്മേ, മഴയായിട്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. രാവിലത്തെ മഴ കണ്ടപ്പോ ഞാനും വിചാരിച്ചൊന്ന് ബ്ലോക്ക് ഉണ്ടാകുന്നുള്ളത്. മോളെ മുഖം നോക്ക് വാടി പോയിരിക്കണോ, വിശന്നിട്ടായിരിക്കും പാവ. മോളെ, അമ്മ ചെമ്മീൻ വിരണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേമ്പ. എന്താടാ അവളുടെ മുഖം എന്താ വാടിയിരിക്കണ്? നീ എന്തെങ്കിലും പറഞ്ഞോളേ. ഭക്ഷണം ഇതെന്ത് പറ്റി കുട്ടികൾക്ക്? ഈ കുട്ടി ഇതെന്താ ഇവിടെ വെച്ചിട്ട് പോയിരിക്കുന്നത്? ഞാൻ മേലെ കേറിയാലോ, കേറി ആള് വഴക്കും പറയും. സാരമില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി പോകണ്ടേ, കൊണ്ടുപോട്ടെ. ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? വന്നപ്പോൾ എന്നെ കൊണ്ട് മര്യാദയ്ക്ക് മിണ്ടിയിട്ടില്ലല്ലോ. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ? ദൈവമേ, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. പണിക്കാർ പറഞ്ഞ ദിവസം വരൂല്ല, നമുക്കിട്ട് പണിയായി. എന്ത് പണിക്കാര? മോളെ, ഒരു ചായ എടുത്തരോ? നിന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി. അല്ലാതെ ആ വീട്ടിൽ ഒരൊറ്റ ആളുടെ കാര്യം നീ ചെയ്തു കൊടുക്കരുത്. ഞാൻ അവിടെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛൻ കാണുന്നില്ലേ? ചായ പണി അമ്മനോട് പറഞ്ഞാൽ മതി.
എല്ലാവരുടെ കാര്യം നോക്കാൻ എനിക്കാവില്ല. മോള് പണി ചെയ്തോ? ഞാൻ അമ്മയോട് പറയാം. സമയായല്ലോ, ഒന്ന് വേറെ സമയായി. ഇത് മോനെ വരുന്നു. അല്ല, അവളെവിടെ? അവള് വന്നില്ലേ? അവള് വന്നുകൊണ്ട് വന്നാ മോനെ ഞങ്ങള്. അവൾ എന്ത് മേക്കപ്പ് ഇടാ? ഞാൻ പറയാം. ആയിക്കോട്ടെ. എടി സച്ചു, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? സമയം വാ പോവാ. അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കാം. നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ എന്റെ അച്ഛനെ അമ്മനെ കൊണ്ടുപോകുന്ന 4 ആളും കൂടി മോളിൽ പോയൊരു സിനിമ കാണണമെങ്കിൽ എത്ര ചെലവാന്നറിയോ? അല്ലെങ്കിൽ ഇവിടെ പൈസക്ക് ഒരു വിലയില്ലല്ലോ, അനാവശ്യമായിട്ട് ചെലവാക്കുന്നത്. എന്തൊക്കെയാടി പറയുന്നത്? ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചല്ലേ പോയുള്ളൂ? അന്നേരം ഒരു പ്രശ്നമില്ലല്ലോ. നിന്റെ വീട്ടിൽ പോയി വന്നപ്പോൾ തുടങ്ങിയ പ്രശ്നം നമുക്ക്. എടി എന്തെങ്കിലും പറയണേ, മുഖത്തോക്കി പറയടി. മുഖത്തോക്കി പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നല്ലേ. എവിടെയെങ്കിലും പോകുമ്പോ മക്കളെ ഒറ്റയ്ക്ക് വിടണം, അല്ലാണ്ട് എല്ലാത്തിനും കൂടെ വരികയല്ല. കുറച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല അവർക്ക്. ഇവരെന്താ വരാത്തത്? സുധ, നിങ്ങളൊന്ന് പോയി നോക്കി. സമാധാനത്തോടെ കഴിയുന്നൊരു കുടുംബം അത്. ഇതുവരെയായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നീയായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അച്ഛനമ്മയെ അവിടെ മാറ്റി നിൽക്കുക. നീ മര്യാദ വാർന്നു. മനജേ, കുട്ടികള് വെക്കോട്ടെ, നമുക്ക് പോകണ്ട. അതെന്താ സുധേട്ടാ? എല്ലാം ഇപ്പോഴും നമ്മൾ ഒരുമിച്ചല്ലേ പോകുക? അതല്ലടി, അവര് പോയിട്ട് വരട്ടെ. വേഗം ഇറങ്ങി വാടുന്നു. അച്ഛ, അമ്മ കാറിൽ പോയിരുന്നു. ഞങ്ങളില്ല മക്കളെ, നിങ്ങള് പോയിട്ട് വാ. അമ്മയ്ക്ക് തലവേദനയാ. തലവേദനയോ? അതൊരു ഗുളിക വെച്ച് റെഡിയാകുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാ. വരുന്നില്ലെങ്കിൽ എന്തിനായിട്ട് വെറുതെ നിർബന്ധിക്കുന്നത്? വാ, ഞാൻ കാറിലുണ്ടാവും. ഡി സച്ചു, നീ പോയിട്ട് വാ മോനെ, അത് ശരിയാവുള്ളൂ. ആ വഞ്ചേ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ സ്വഭാവത്തിലാകെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, കണ്ടുപിടിക്കണം. കൊറേ നേരമല്ലോ ഏട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നേ, എന്താ കാര്യം? ഒന്നുമില്ല. അല്ലടോ, നീ കുറെ കാലമല്ലേ ഷോപ്പിംഗ് ചെയ്യണം പറഞ്ഞിട്ട്? നീ ആടെ പോയി ഷോപ്പിംഗ് ചെയ്തോ? ഇന്ന് എന്റെ ഫോൺ എടുത്തോ, ഗൂഗിൾ പേ ചെയ്തോ? ശരിക്കും? ആടോ, കാര്യമായിട്ട് തന്നെ പോയി പർച്ചേസ് ചെയ്തോ. സജു, എനിക്ക് എന്റെ ഫ്രണ്ടിന് കോൾ ചെയ്യണം. നീ നിന്റെ മൊബൈലും തരൂ. എന്റെ ഫോണോ? ഇവളുടെ അമ്മ എന്തിനാ ഇത്രയും മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഓ, അപ്പൊ ഇവളുടെ അമ്മന്റെ പണിയാണല്ലേ. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം.